ഹലോ ഗൈസ്, എല്ലാവർക്കും ഐ എം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡില് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ മേഘനാഥിനെ കണ്ടിട്ട് തിരികെ വരുവാണ്. അപ്പൊ നമ്മുടെ സാഗറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണ് സാഗർ. ഇവൻ കുറെ നാളെ എന്നെ ശല്യം ചെയ്യുന്നു. പോരാത്തതിന് അവൻ തന്നെയാണ് എന്റെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഒരുത്തനെ എന്റെ മുറിയിലേക്ക് കയറ്റി എന്റെ കാമുകനാണെന്ന് എന്റെ വീട്ടുകാരോട് പറയിച്ചതും എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് പക്ഷെ കണ്ണേട്ടൻ എന്നെ മനസ്സിലായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സാഗർ, എന്റെ ലക്ഷ്മി ചേച്ചി സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ, കണ്ണൻ സാറിനും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ, എന്നാൽ ഞാനും അവനിട്ട് രണ്ടെണ്ണം പോയി പൊട്ടിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാഗർ നമ്മുടെ മേഘനാഥന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് സാഗറിന് അറിയാം ഇവരാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് അപ്പൊ തന്നെ മേഘനാഥന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിന് ഇവിടെ വന്ന് പെട്ടത്? അല്ല, അവള് നമ്മുടെ കണ്ണനെ കാണിക്കാൻ വേണ്ടി, കണ്ണന്റെ ആ ഒരു കാല് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി ഇവിടെ വന്നതാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അവളുടെ മുന്നിൽ പെടാതെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും വേറെ സ്ഥലത്തേക്ക് മാറിക്കോ എന്നൊക്കെ നമ്മുടെ സാഗർ പറയുന്നുണ്ട്. ലക്ഷ്മി ചേച്ചിയുടെ മുന്നിൽ വെച്ച് നിങ്ങളെങ്ങാനും എനിക്ക് കണ്ടാൽ എനിക്ക് രണ്ട് തല്ല് നിങ്ങൾക്ക് തരേണ്ടി വരും അവരെ ബോധിപ്പിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ മേഘനാഥൻ, അത് നീ മനസ്സിൽ കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് പിന്നാലെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ സാഗർ പറയുന്നുണ്ട്, ഞാൻ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്, എനിക്കങ്ങാട് കലി കടക്കാനാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് ലാസ്റ്റ് ഇവര് തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന്റെ അടുത്ത് ഈ ഒരു തോമസ് വൈദ്യനെ പറ്റി കാര്യങ്ങളൊക്കെ പറയുക. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ചികിത്സയൊക്കെ എനിക്ക് മടുത്തിട്ട് ഞാൻ നിർത്തിയതാണ് ലക്ഷ്മി, എന്നാലും ഞാൻ മഹിക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും വൈദ്യന്റെ അടുത്ത് വന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇക്കാര്യം നമ്മുടെ കണ്ണനും മഹിയും കൂടെ എന്താ പറയാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയോടും പെങ്ങളോടും പറയുന്നുണ്ട്, ഇതേപോലെ മഹി ഒരു വൈദ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ നാളെ മുതൽ അങ്ങോട്ടേക്ക് ചികിത്സയ്ക്ക് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ദുർഗാമ്മയ്ക്കും മഞ്ജുവിനും അങ്ങോട്ട് ഭയങ്കര പിരിമുറുക്കം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണനെങ്ങാനും ഭേദപ്പെട്ട പിന്നെ തീർന്നു, സ്വത്തുക്കളെല്ലാം നമ്മുടെ മഹാലക്ഷ്മിയുടെ കയ്യിലായി. പിന്നെ അവർക്ക് മക്കളുണ്ടാവും, അവർക്ക് അവരാ തലമുറയിലേക്ക് സ്വത്തുക്കൾ കൈമാറി പോകും, തങ്ങൾക്കൊന്നും കിട്ടില്ല എന്നുള്ള ഒരു ചിന്തയിലായി അവര്. പിന്നെ നമ്മുടെ ഉണ്ണിയും കരുണയും അവർക്കും ഒന്നും കിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ആദിയിലും വ്യാധിയിലും ഒക്കെ ആയപ്പോ തന്നെ നമ്മുടെ മഞ്ജു നമ്മുടെ എന്താ പറയാ ദുർഗാമ്മയും കൂടി കുറെ ഇങ്ങനെ മുടക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്ക് എന്തിന്റെ കേടാടാ കണ്ണ, എത്ര ചികിത്സ, ഈ വീട് മൊത്തം കുറെ നാള് വൈദ്യന്മാരെ കൊണ്ടുള്ള ബഹളമായിരുന്നല്ലോ, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടായോ, പിന്നെ വെറുതെ എന്തിനാ കാശ് നശിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദുർഗാമ്മയും നമ്മുടെ മഞ്ജുവും പറയുന്നുണ്ട്, കുറെ മരുന്ന് ഇങ്ങനെ വെറുതെ വാരി വലിച്ച് കയറ്റിയാൽ കിഡ്നി വരെ അടിച്ചു പോകും എന്നും പറഞ്ഞാണ് ചികിത്സ പോലും നിർത്തിയത്. അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങോട്ടൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഞ്ജുവും ഇതൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഇല്ല മഹി പറഞ്ഞതാണ്, അപ്പൊ മഹിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കൊന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവര് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണനും പിറ്റേ ദിവസം രാവിലെ തന്നെ വൈദ്യന്റെ അടുത്തേക്ക് പോവുക. അപ്പൊ അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് ആദ്യം വൈദ്യനല്ല കാണേണ്ടത്, നിന്റെ പുറകെ നടന്ന ശല്യം ചെയ്യുന്ന അവനെയാണ് എനിക്ക് ആദ്യം കാണേണ്ടത്, വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനും കൂടി നമ്മുടെ മേഘനാഥന്റെ മുറിയിൽ അങ്ങോട്ടേക്ക് പോവുകയും അവര് മുറിയിൽ തട്ടി ഇങ്ങനെ എന്താ പറയാ മുട്ടുന്നുണ്ട്, വാതിൽ തുറക്കുന്നുണ്ട്. മിക്കവാറും കാണാനൊന്നും സാധ്യതയില്ല. അതിക്ക് മുന്നാലെ തന്നെ നമ്മുടെ സാഗർ പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥനും ആ ഒരു ഡ്രൈവറും അവിടെ നിന്ന് മുങ്ങാൻ തന്നെയാണ് സാധ്യത കൂടുതൽ അല്ലെ. ഇപ്പോഴും നമ്മുടെ കണ്ണനും മേഘനാഥനും ഇപ്പൊ തന്നെ കണ്ടുമുട്ടിയ പിന്നെ കഥയ്ക്ക് ഒരു മുന്നോട്ട് പോക്കില്ലല്ലോ അല്ലെ പ്രേക്ഷകരെ. നമ്മുടെ പ്രേക്ഷകരൊക്കെ കുറച്ച് ഭ്രാന്തൊക്കെ പിടിപ്പിച്ചിട്ടല്ലേ കഥയിൽ ഒരു വ്യത്യാസം ഉണ്ടാകുള്ളൂ ഇവര് അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.